സങ്കീർത്തനം 18-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിന് വേണ്ടി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഇന്ന് കർത്താവിൻ്റെ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ്, വാക്കുകളാണ്. നമ്മളിന്ന് വളരെ പ്രത്യേകമായി ഇന്ത്യയെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു ദാരുണമായ സംഭവമാണല്ലോ വയനാട്ടില് ഏപ്പാടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ, മണ്ണിടിച്ചിലിൻ്റെ അതിഭീകരമായ ഒരു വലിയ സംഭവം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറുകണക്കിന് ജീവിതങ്ങൾ തീർന്നു പോയല്ലോ. ആരും പ്രതീക്ഷിക്കാത്ത സമയം, രാത്രിയുടെ യാമത്തില് ഭവനത്തില് സുഖമായി ഉറങ്ങുന്ന സമയത്താണ് അനേക ജീവിതങ്ങളെ എടുത്തുകൊണ്ടുപോയ അതിദാരുണമായ സംഭവം നടന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വലിയ വേദനിപ്പിക്കപ്പെട്ട സംഭവം നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഹൃദയങ്ങളെ അതൊത്തിരി വേദനിപ്പിച്ചിട്ടു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനേകര് പ്രാർത്ഥനകള് ഈ ഒരു ദേശത്തിന് വേണ്ടി കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിന് വേണ്ടി നിലവിളിച്ചു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ നിലവിളി, എൻ്റെ രോദനം അവിടുത്തെ കാതുകളിൽ എത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, വയനാട്ടിലെ ജനത്തിൻ്റെ മേൽ, ആ ദേശത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ അത്ഭുതകരമായി ഒഴുകപ്പെടുന്ന സമയം. ഇന്ന് വീട് നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടു, ഉള്ളത് മുഴുവനും നഷ്ടപ്പെട്ട് നഷ്ടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, കണ്ണുനീരിൻ്റെ താഴ്വരയിലാ. കർത്താവേ, അങ്ങയുടെ ജനത്തിൻ്റെ കണ്ണുനീര് കാണണമേ. അങ്ങയുടെ ജനത്തിൻ്റെ നിലവിളി അങ്ങ് കേൾക്കുന്നുണ്ട്. അങ്ങയുടെ ജനത്തിൻ്റെ രോദനം അങ്ങയുടെ പക്കലെത്തിയല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുക, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദേശത്തിൻ്റെ മേൽ ആധിപത്യമുള്ള കർത്താവേ, ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ, സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവനായ യൽത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവേ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കണ്ണുനീരൊടുക്കുന്ന ജീവിതങ്ങള്, നിത്യനിരാശയിൽ കഴിയുന്ന ജീവിതങ്ങള്, ഭയത്തിൽ കഴിയുന്ന ജീവിതങ്ങള്, കർത്താവേ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വയനാടിൻ്റെ മേല് നിന്റെ കരമുയർത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കരുണ കാണിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ചെയ്തു പോയ പാപത്തിന്റെ തിന്മ അങ്ങ് കണക്കിലെടുക്കല്ലേ. ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങളെ ശിക്ഷിക്കല്ലേ. നിന്റെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ കരുണ ദേശത്തിന് മേൽ ഒഴുക്കണമേ, ജനത്തിന് മേൽ ഒഴുക്കണമേ. തരിശ് ഭൂമിയായ ദേശത്തിന്റെ മേൽ
പുഴയായി മാറിയ ആ ദേശത്തിന്റെ മേൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ വന്നു ഭവിച്ച സകലതരത്തിലുള്ള പാപത്തിന്റെ തിന്മയുടെ അന്ധകാരത്തിന്റെ സ്വാധീനം മൂലം വന്നവട്ട സകല തകർച്ചകളുടെ ഭീതി, ഭയം, ദുഃഖം, നിരാശ ഇപ്പോൾ അവശേഷിക്കപ്പെട്ട ജനത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ദേശത്തിന്റെ മേൽ ഏതെങ്കിലും വിധത്തിൽ കഴിഞ്ഞ നാളുകളിലൂടെ വന്നു ഭവിച്ച പാപശാപത്തിന്റെ അടിവേര് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, പൗരോഗത്യത്തിന്റെ അധികാരത്താൽ വിട്ടഴിയട്ടെ, വിട്ടഴിഞ്ഞു പോകട്ടെ. തകർന്ന ജീവിതങ്ങൾ ഉയർത്തെഴുന്നേൽക്കട്ടെ, നിരാശ ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ ഉത്കണ്ഠ ആകുലത വിട്ടുവപ്പിക്കപ്പെടട്ടെ. ദേശത്തിന്റെ മേൽ അങ്ങയുടെ കൃപ ഒഴുക്കണമേ, അങ്ങയുടെ ജനത്തിന്റെ മേൽ അങ്ങയുടെ കൃപ ഇപ്പോൾ ഒഴുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ തന്റെ കൃപ ഒഴുക്കട്ടെ. അനുകൂലമായ കാലാവസ്ഥ ഇപ്പോൾ അവിടെ സംജാതമാകട്ടെ. ദൈവമക്കൾ ഇപ്പോൾ അവിടുത്തെ ശക്തിയാൽ ശക്തിപ്പെടട്ടെ, ബലപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, വിമോചിപ്പിക്കപ്പെടട്ടെ. ദേശ ജനത യേശുവിന്റെ നാമത്തിൽ പുനരുദ്ധരിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോ കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ച് നമുക്കിപ്പോ പ്രാർത്ഥിക്കാം. തളർന്ന മനസ്സുകൾ ശക്തിപ്പെടുന്ന സമയ, രോഗികൾ ബലം പ്രാപിക്കുന്ന സമയ, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയവര് കർത്താവേ കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. ഇപ്പോൾ കർത്താവിന് മുമ്പിൽ രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് ഈ ആശീർവാദത്തിന്റെ സമയത്ത് വയനാട് മുഴുവനും, ഇത് കോഴിക്കോട് വിലങ്ങാട് ഏരിയ മുഴുവന്റെ മേല് കർത്താവിന്റെ കൃപ ഇപ്പോൾ ഒഴുകട്ടെ. ദൈവമേ, കൃപ നിറയട്ടെ. യേശുവിന്റെ ശക്തി അവിടേക്ക് ഒഴുകട്ടെ. സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. ശക്തി ഒഴുകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുനാമത്തിൽ ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഓ കർത്താവേ, കൃപ, 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 കൃപ. ഓ കർത്താവേ, കൃപ, 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 കൃപ. ശരപല പര പല പര പല. യേശുവേ, യേശുവേ, നാനാ ദിക്കുകളെ കർത്താവേ നീ ആശീർവദിക്കണ കർത്താവേ, നാനാ ദിക്കുകളെ ആശീർവദിക്കണ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ,